എല്ലാവർക്കും സുഖസാറാണ്. നമ്മുടെ +2 സേ റിസൾട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം മറ്റുള്ള കാര്യങ്ങൾ, മീൻസ് നിങ്ങൾ അടുത്ത കോഴ്സിന് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ. പിന്നെ എന്തെങ്കിലും നിർഭാഗ്യവശാൽ ഫെയിലായാൽ സംഭവിക്കാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് വളരെ ടെൻഷനോടുകൂടി കാണുന്നതാണ്. എല്ലാ കുട്ടികളും ഈ സമയത്ത് അങ്ങനെയാണ്. നിങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇതേ സമയത്ത് എല്ലാ കുട്ടികളും അനുഭവിക്കുന്ന ഒരു സമയമായത്. എന്ത് ചെയ്യണമെന്നുള്ളതും അറിയത്തില്ല. കാരണം ചുമ്മാ നമുക്ക് വീട്ടിലിരിക്കുകയാണ്. പലരും പിന്നെ പല കോഴ്സുകൾക്ക് ക്യാഷ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളുമുണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ലേറ്റ് ആകുന്തോറും പല കോഴ്സുകളുടെയും സമയങ്ങൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി സ്പീഡിൽ അങ്ങ് തീർന്നുകൊണ്ടിരിക്കുക. മീൻസ് നിങ്ങൾക്ക് പോകേണ്ട കോഴ്സുകളുടെ സീറ്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടേണ്ട അവൈലബിലിറ്റി എല്ലാം എളുപ്പം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്ക് തോന്നുന്നു. ഇച്ചിരി ഡിഗ്രിയൊക്കെ ആണെങ്കിൽ തന്നെ അഡ്മിഷൻസുകളും കാര്യങ്ങളൊക്കെ അലോട്ട്മെൻറ്റുകളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പോളിടെക്നിക്കിൻ്റേത് എല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തായാലും ഒരു അവസരം തരുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ അല്ലാതെ ഒരിക്കലും പോകാറില്ല. നിങ്ങൾക്ക് 1-2 ദിവസം സേ റിസൾട്ട് വന്ന ശേഷം ആപ്ലിക്കേഷൻ അയക്കാനുള്ള മിക്കതിനും എല്ലാ കോഴ്സിനും ഗവൺമെൻറ് ഓറിയൻറ്റഡ് എല്ലാത്തിനും കിട്ടിയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പോകേണ്ടവർ, അതിനുവേണ്ടി പോകേണ്ടവർ ഒരുങ്ങിയിരിക്കണം. കാര്യങ്ങളെല്ലാം റെഡിയാക്കി, സർട്ടിഫിക്കറ്റ്സുകൾ, കോപ്പി, ഫോട്ടോസ് റീസെൻ്റ് ആയിട്ടുള്ളത് എല്ലാം നിങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കണം. അന്നേരം ഈ 1-2 ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം ചിലപ്പം കംപ്ലീറ്റ് ആയെന്ന് വരത്തില്ല. എല്ലാവരും മാക്സിമം റെഡി ആയിട്ടിരിക്കുക. എല്ലാവരും ശുഭപ്രതീക്ഷ, എല്ലാവരും പാസ്സാവും എന്നുള്ള രീതിയിൽ കൂടെ തന്നെ ഇരിക്കുക. പിന്നെ മാത്സിൻ്റെ കാര്യത്തിലാണ് സബ്ജക്റ്റുകളിൽ ഇത്തിരി ഈ വർഷം പ്രശ്നം വന്നത്. അതിൻ്റെ കാര്യം നമുക്ക് എന്തായാലും അതിൻ്റെ സ്കീം വെച്ചുകൊണ്ട് തന്നെ നോക്കുമെന്നാണ് പറഞ്ഞത്. സ്കീം നോക്കിക്കൊണ്ട് എല്ലാം ഈ പേപ്പറിൻ്റെ വാല്യുവേഷൻ എല്ലാം നടക്കുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്കീം വെച്ചല്ലാതെ അതിന് പ്രത്യേകിച്ചൊരു നിർദ്ദേശം ഇന്നതങ്ങ് കൊടുത്തേക്ക് എന്നുള്ളതല്ല. നമ്മൾ 2 പ്രോബ്ലംസിനും മാത്സിൻ്റെ പ്രത്യേകം പറഞ്ഞിരുന്നു. അതിനങ്ങ് മാർക്ക് നേരിട്ട് കൊടുക്കുക എന്നുള്ളത് ഇല്ലെന്നാണെന്ന് തോന്നുന്നത്. മീൻസ് നേരിട്ട് കൊടുക്കുക എന്നുള്ളതല്ല, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്തതിൻ്റെ രീതിക്കനുസരിച്ച് കൊടുക്കാനുള്ള മീൻസ് അതെല്ലാം ടീച്ചേഴ്സിൻ്റെ കയ്യിലാണ് കേട്ടോ. പ്രത്യേക ഒരു നിർദ്ദേശമൊന്നും അതിനുവേണ്ടി വന്നിട്ടുമില്ല. പക്ഷേ എന്തായാലും ടീച്ചേഴ്സ് അത് നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുള്ളവർക്ക് മാർക്ക് കൊടുക്കും. അതുറപ്പാണ്, അത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് താനും. പിന്നെ അതുമാത്രമല്ലല്ലോ നമ്മുടെ ജയിക്കാനുള്ള കാര്യങ്ങൾ, മറ്റുള്ളതൊക്കെ നമുക്ക് ജയിക്കാനുള്ളത് ഉറപ്പായിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ. ഇപ്പോൾ ഡിറ്റർമിനൻസ് എല്ലാവരും നമുക്ക് പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞാണ്. 6 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യാൻ. ഓക്കെ, അത് വന്നായിരുന്നല്ലോ ഉറപ്പായിട്ട് നമുക്ക് അത്. അപ്പോൾ ഈ വർഷം മാത്സിൻ്റെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ 6 മാർക്കും കിട്ടണമായിരുന്നു. അതാണ് ഈ വർഷത്തെ. അല്ലാതെ നമുക്ക് ജയിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമുക്കൊരു സേയ്ക്ക് എഴുതുന്ന ഒരു കുട്ടിയെന്ന് പറയുമ്പോൾ എല്ലാം പെർഫെക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അത്ര ഈസി അല്ല. അതുകൊണ്ടാണ് പ്രശ്നം. ഇപ്പോൾ ഈ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഫുൾ മാർക്കും കിട്ടുവാണെങ്കിൽ ഓക്കെ ആയിരുന്നു. നെക്സ്റ്റ് ലീനിയർ പ്രോഗ്രാമിംഗ്, അതിൻ്റെ നമുക്ക് 6 മാർക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ 12 മാർക്ക് ഉറപ്പിക്കായിരുന്നു. പക്ഷേ ഈ 12 മാർക്ക് ഉറപ്പിച്ച് കിട്ടുമോ എന്നുള്ളതിൽ എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്. കുറേ കുട്ടികൾ പിന്നെ ചിലരൊക്കെ ശരിയാക്കി കാണും, എന്നാലും ഇത്തിരി പ്രശ്നമുണ്ട്. ഇങ്ങനെ ഇനി അതുപോലെ നമുക്ക് വെക്ടറിനുള്ളിൽ നിന്നും ആണെങ്കിൽ തന്നെ 6-7 മാർക്ക്, അതും നമുക്ക് വേണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ചെയ്യാം. പിന്നെ മെട്രിസസിനുള്ളിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയിക്കാനുള്ളതൊക്കെ അതിനോട് തന്നെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നത് 3 മാർക്ക് തന്നെ കിട്ടിയോ എന്നുള്ളതാണ് പ്രശ്നം. അത് കിട്ടിയാൽ നിങ്ങൾക്ക് അധികം വേർക്കാതെ ജയിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും 4 കിട്ടിയില്ല എങ്കിൽ നമുക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടാകുന്നത്. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കാനുള്ളത് എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട്. ഇപ്പോൾ ഡിഫറൻസിയേഷൻ നമ്മൾ ഒത്തിരി ഒന്നും പഠിക്കേണ്ടായിരുന്നു. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യം ഉണ്ടായിരുന്നു, അത് ചെയ്യാം. അങ്ങനെ അതുപോലെ കണ്ടിന്യൂറ്റി, അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളതുകൂടെ മറന്നു പോകുന്നൊരവസ്ഥയുണ്ട്. എല്ലാം ഉണ്ട്. ഇനിയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊരു വളരെ വലിയൊരു പാഠമാണ് ജീവിതത്തിൽ എന്നുള്ളത് ഓർത്തോണം. ഏത് കാര്യവും റെഗുലറായിട്ട് കംപ്ലീറ്റ് ചെയ്തോണം. ഇറഗുലർ ആയി കഴിഞ്ഞാൽ ഇനി ഏതുവരെ അത് ഇറഗുലറായിട്ട് പോകുന്നറിയില്ല. ഓക്കെ, അതുകൊണ്ട് റെഗുലർ എന്ന് പറയുന്ന ആ പാതയിൽ കൂടെ, മീൻസ് ആ റോഡിൽ കൂടെ അങ്ങ് എപ്പോഴും പൊയ്ക്കോണം, വളരെ ശ്രദ്ധിച്ച്. ഓക്കെ, ഏറ്റവും ഒത്ത നടുക്കൂടെ ജീവിതത്തിലാണേലും റെഗുലറായിട്ട് ഒത്ത നടുക്കൂടെ പോകണം. സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴാം. അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിലാണേലും ശ്രദ്ധിക്കണം. ഇങ്ങനൊരു അവസരം ഇനിയും ഇപ്പം നമുക്കിപ്പോൾ സേഡ് എക്സാം പോലെ ഒരു അവസരം കിട്ടിയതാണ്. പണ്ടൊന്നും അതൊന്നും ഇല്ലായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പം ഒരു 10-15 വർഷത്തിനുള്ളിലൊക്കെ ആയി ഇങ്ങനത്തെ സേ എക്സാം നടത്തി കുട്ടികളെ ആ വർഷം തന്നെ പാസ്സാക്കുന്ന ഒരു സമ്പ്രദായം.
നേരത്തെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഇല്ലായിരുന്നു, തോറ്റാൽ തോറ്റു. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു വർഷമൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കണം, അപ്പോഴത്തേക്കും പലരും പല വഴിക്ക് പോകും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത് ഇപ്പം ഓക്കെ ആക്കാൻ മാക്സിമം ശ്രമിച്ചു. ഇനിയും ഇതേപോലെ എല്ലാ കാര്യങ്ങൾക്കും ഇതേപോലെ അവസരം കിട്ടി രണ്ടാമത് അങ്ങനെയൊന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇനിയും പോകുന്ന കോഴ്സെല്ലാം ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾ പാസ്സാവാൻ ശ്രമിക്കണം. എന്തായാലും റിസൾട്ട് 15-ാം തീയതി എന്നൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പോൾ ഇത്തിരി നേരത്തെ വരാൻ ഞാൻ വിളിച്ചിരുന്നു. എന്തായാലും ഇച്ചിരി നേരത്തെ വരാൻ ചിലപ്പോൾ സാധ്യത. പിന്നെ എല്ലാ വർഷവും ഈ സമയത്തേക്ക് ഇത് വരുന്നത് കേട്ടോ. നമുക്കതിനെ ഇപ്പം കൂടുതൽ കയറി കുറ്റം പറയാനൊന്നും പറ്റില്ല. അവരും എല്ലാ കാര്യങ്ങളും ഇത് ചെയ്ത് തീർക്കണ്ടേ. അപ്പം എല്ലാം പണിയുണ്ട്. നമ്മളുടെ പിന്നെ ആഗ്രഹത്തിൻ്റെയും ആകാംക്ഷയുടെയും പുറത്ത് നമ്മളങ്ങ് നേരത്തെ വരണമെന്ന് പറയുന്നതാണ്. എല്ലാം അതിൻ്റെ മുറ പോലെ നടക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാം വരും. എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ എല്ലാം റെഡിയാക്കി വെക്കുക അടുത്ത കോഴ്സിന് പോകാൻ. ഇനിയും എന്തെങ്കിലും കാരണവശാൽ ഫെയിലായാൽ പോലും നിങ്ങൾ അടുത്ത ഒരു ചെറിയ കോഴ്സിന് പോയിക്കൊണ്ട് അടുത്ത വർഷം ഇത് എഴുതിയെടുക്കുക. ഇല്ലെങ്കിൽ വേറെ ഒരു നല്ല കോഴ്സ് പോയിക്കൊണ്ട് ഇത് എഴുതിയെടുക്കാം. എന്തായാലും തളരാൻ പാടില്ല. ഞാൻ എത്ര പറഞ്ഞു, ഇതൊന്നും ഒരു ജീവിതത്തിൻ്റെ എൻ്റെ അല്ല. ഓക്കെ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന ഭാഗങ്ങളേ ഉള്ളൂ. ഇനി ഒരാൾ ഫെയിലായാൽ പോലും അതിനെക്കുറിച്ച് കൂടുതൽ വിഷമിച്ചൊന്നും നിങ്ങൾ അതിനെക്കുറിച്ച് സമയമൊന്നും കളയല്ല. ധൈര്യമായിട്ട് അടുത്ത കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാതെ അതിനെക്കുറിച്ച് അല്ലാതെ വേറെ ഒന്നും വേണ്ട. അടുത്തൊരു വർഷത്തെ കൊണ്ട് എല്ലാം തീർത്തോണം. ഇനിയും പിന്നെ വെച്ചോണ്ടിരിക്കില്ല കേട്ടോ. അടുത്ത വർഷം വരും, അന്നേരം തീർത്തേക്കണം. ഈ വർഷം എന്തെങ്കിലും സംഭവിച്ച മോശമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷമുള്ളൂ കേട്ടോ. അല്ല അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് കൂടുതൽ ഇതെല്ലാവരും ഇങ്ങനെയൊക്കെ ഒത്തിരി പേർക്ക് പല കാര്യങ്ങളും സംഭവിക്കുന്നതാണ്. അപ്പം അതൊക്കെ ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കാതെ തന്നെ മുന്നോട്ട് പോകണം. അടുത്ത കോഴ്സിന് പോയിക്കൊണ്ടോ എന്തായാലും അത് നിങ്ങളുടെയൊക്കെ സൗകര്യം പോലെ പോവുക. ഓക്കെ, എന്തായാലും നിങ്ങൾ പോകേണ്ട കോഴ്സുകൾ പാസ്സാവും എന്നുള്ളവർക്കും ചിലർക്ക് നേരത്തെ തന്നെ ചില സബ്ജക്റ്റുകൾ എഴുതുമ്പോൾ മിക്കവാറും ഫെയിൽ ആവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് തള്ളാൻ വരട്ടെ. ചിലപ്പോൾ നമുക്ക് ജയിക്കാനുള്ള സാധ്യത വരാം. അതുകൊണ്ട് അങ്ങനെ അങ്ങ് തള്ളണ്ട. എന്തായാലും റിസൾട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് സംഭവിക്കട്ടെ. എല്ലാം നല്ലതായിട്ട് ഭവിക്കട്ടെ. ഓക്കെ, ഗുഡ് ബൈ.